നാളെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ 7ാം ക്ലാസ്സിലെ കുട്ടികൾക്കും ഓൾ ദ ബെസ്റ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ വരാവുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാവേ. ആക്ടിവിറ്റി 1, റൈറ്റ് ദ ഹാൽഫ് ഓഫ് 2⁻10 ആസ് ദ പവർ ഓഫ് 2. പിന്നെ അതിൽ ബി, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഹാൽഫ് ഓഫ് 4⁻6. ഒന്നാമത്തെ എ, റൈറ്റ് ഹാൽഫ് ഓഫ് 2⁻10 ആസ് എ പവർ ഓഫ് 2 എന്നാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ മലയാളം എന്താ പറയാം, എന്താണ് 2⁻10ൻ്റെ പകുതിയെ 2ൻ്റെ കൃതിയായിട്ട് എഴുതാനാണ് കേട്ടോ. അപ്പോൾ മലയാളം പഠിക്കുന്ന കുട്ടികൾക്കും ഈ വീഡിയോ ഈ ക്ലാസ് ഉപകാരമായിരിക്കും, നിങ്ങളൊന്ന് കാണുക കേട്ടോ. 2⁻10നെ അതായത് 2ൻ്റെ കൃതി, 2⁻10ൻ്റെ പകുതിയെ 2ൻ്റെ കൃതിയായി എഴുതുക എന്നാണ് മലയാളം. അപ്പോൾ ഞാൻ മലയാളം എഴുതിയിട്ടില്ലാന്ന് ഇത് പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്കും ഇതൊന്ന് കണ്ടുനോക്കുക കേട്ടോ. അപ്പോൾ എങ്ങനെ നമ്മളിതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക? 2⁻10ൻ്റെ പകുതി, അതായത് 2⁻10 ബൈ പകുതി 2 അല്ലേ. അപ്പോൾ നമുക്കിതിനെ ഇതെന്താ വന്നത്? ഡിവിഷനാണ് വന്നത്. ഡിവിഷൻ വന്നാൽ നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്? 2⁻10 ബൈ എന്താണ് 2⁻1 എഴുതാം അല്ലേ. അപ്പോൾ ഇങ്ങനെ വന്നാൽ എന്താണ്? x⁻m ബൈ x⁻n വന്നാൽ നമ്മൾ എന്താണ് ചെയ്യാറ്? x⁻n m മൈനസ് n അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ 2⁻10 എന്ത് ചെയ്താൽ മതി? -1. എന്ത് വരും? 2⁻9. അപ്പോൾ 2⁻9 എന്നുള്ള ആൻസറാണ്. അതായത് ഇതിൻ്റെ പകുതി എത്ര വരും? 2⁻9. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാൽഫ് ഓഫ് 4⁻6. അപ്പോൾ അതായത് 4⁻6ൻ്റെ പകുതി എന്താണെന്നാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ കണ്ടുപിടിക്കുക? 4⁻6 അത് നമ്മളൊരു പ്രൈം നമ്പർ അല്ലല്ലോ. 4⁻6 ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? 4⁻6 നമ്മൾ എങ്ങനെ എഴുതും? അതായത് 4ന് നമുക്ക് എന്ത് എഴുതാം? 2 ഇതിലേതായിരിക്കും വരിക എന്നാണ് കേട്ടോ. അതാ ഓപ്ഷൻ തന്നിട്ടുണ്ട്, A, B, C, D. നിങ്ങൾക്ക് ആർക്കെങ്കിലും പെട്ടെന്ന് പറയാൻ പറ്റുമോ നോക്കുക കേട്ടോ, ഏതാ അതിൽ ആൻസർ വരികയാണ്. 4⁻6നെ നമ്മൾ എങ്ങനെ എഴുതാം? 4നെ 2⁻2 എന്ന് എഴുതാം അല്ലേ. 4 എന്ന് പറഞ്ഞാൽ 2⁻2. പിന്നെ എന്താണ് ഇവിടെ ഒരു odd⁻6 ഉണ്ട് അല്ലേ. അപ്പോൾ അത് കൊടുക്കാം. ഇങ്ങനെ വന്നാൽ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? അതായത് x⁻m odd⁻n വന്നാൽ എന്താണ്? 6 x⁻m × n ആണല്ലേ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഇവിടെ എടുക്കുകയാണെ 2⁻2 odd⁻6 ഇതിനെ മാറ്റി കൊടുക്കുക കേട്ടോ. ഇതിന് ഇങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് 4 എന്നുള്ളത് ഒരു പ്രൈം നമ്പർ അല്ലല്ലോ. നമുക്കിതിന് ഇങ്ങനെയല്ലേ നമ്മൾ മാറ്റി എഴുതാം. പിന്നെ എന്താ ചെയ്യുക? ഈ 6നെ 2നെ ഇൻറ്റു ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2⁻6 × 2 12. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ പകുതി എടുത്താൽ മതി അല്ലേ. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇങ്ങനെ വന്നാൽ എന്താ എഴുതുക? 2⁻12 ബൈ എന്താണ്? ബൈ 2⁻1. നമുക്കിവിടെ എന്താണ് ആൻസർ വരിക? 2⁻12 നിന്ന് പോയാൽ ബാക്കി 11. അപ്പോൾ ഇതിൽ ഏതാണ് ഓപ്ഷൻ വന്നത്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ വന്നത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ഡി നിങ്ങൾ എഴുതി കൊടുക്കാം. എന്താണ്? 2⁻11. അപ്പോൾ ഇത് ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് പഠിക്കുക കേട്ടോ. ഇതിൽ നമുക്ക് സി അടുത്ത ക്വസ്റ്റ്യനായിട്ട് എന്താ വരാൻ നോക്കാം കേട്ടോ. കാൽക്കുലേറ്റ് സി ക്വസ്റ്റ്യൻ കേട്ടോ. കാൽക്കുലേറ്റ് 512 ഹരിക്കണം 64 ആസ് ദ പവർ ഓഫ് 2 എന്നാണ് അല്ലേ. അപ്പോൾ 512 ഹരിക്കണം 64ൻ്റെ ഹരണഫലം 2ൻ്റെ കൃതിയായി എഴുതുക എന്നാണ് ഇതിൻ്റെ മലയാളം കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യണം നോക്കാം. ആദ്യം നമ്മൾ എന്താണ്? 512 ഹരിക്കണം 64. 512നെ ഒന്ന് ഫാക്ടേഴ്സ് ആക്കാം അല്ലേ. 512 പിന്നെ ഏത് പോവും? 2 അല്ലേ. 512ൻ്റെ പകുതി എന്താ വരിക? 205 2 ബാക്കി 11. 5 2 10 ബാക്കി 1 256. 2 3
2 ബാക്കി 1 16 8. ഇനി ഓരോന്നിൻ്റെയും പകുതി അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ 2 6 4 2 3 2 2 1 ബാക്കി 1 ഉണ്ടല്ലേ 12 16 2 4 2 2 2 1 അല്ലേ. അപ്പം നമുക്ക് ഇതിന് പകരം എത്ര 512 പകരം നമുക്ക് എന്ത് കൊടുക്കാം? 2 എത്രയുണ്ട്? 1 2 3 4 5 9. 2 അല്ലേ. 2 ബൈ 64. 64 പറയുമ്പോൾ ഇവിടെ തന്നെ ഉണ്ടല്ലേ 64. എത്ര വരുന്നു 64 എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 അല്ലേ. 64 നമ്മൾ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ടോ? ഇല്ല അല്ലേ. 2 6 ഹരിക്കാൻ വന്ന x⁻m ബൈ x⁻n എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് x⁻m ബൈ x⁻n നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്? x⁻m മൈനസ് n ആണ് പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതാണ് 2 മൈനസ് 2 അപ്പോൾ എന്താണ്? 2 പോയാൽ ബാക്കി 2 അപ്പോൾ നമുക്ക് 2 പറഞ്ഞാൽ എന്താ അർത്ഥം? 2 × 2 × 2 അല്ലേ. അപ്പോൾ എന്ത് കിട്ടും? 9 എന്ന് കിട്ടും. അല്ലെങ്കിൽ 2 ഏതായാലും ആൻസർ തന്നെയാണ് കേട്ടോ. സോറി 2 അല്ല 2 3 അല്ലേ. 2 × 2 അതായത് 2 × 2 8. നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 8 ആൻസർ എഴുതാം. ഇനി അടുത്തത് കാൽക്കുലേറ്റ് 27 ബൈ എന്താണ് 242 ആസ് പവേഴ്സ് എന്നാണ് പറഞ്ഞത്. ഈ ക്വസ്റ്റ്യൻ എന്താണ് വന്നിട്ടുള്ളത്? ന്യൂമറേറ്ററിലും വലിയ സംഖ്യയാണ്, ഡിനോമിനേറ്ററിൽ ചെറുതാണ്. ഇത് ന്യൂമറേറ്ററിൽ ചെറുതും ഡിനോമിനേറ്ററിൽ എന്താണ്? വലിയ സംഖ്യയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ കാണാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിൽ സി നമ്മൾ ചെയ്തു. ഡി ചെയ്യാം കേട്ടോ. കാൽക്കുലേറ്റ് 27/243 ആസ് പവേഴ്സ് എന്നാണ്. അപ്പോൾ 27/243 ലഘൂകരിച്ച് കൃതിയായി എഴുതുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളതെങ്ങനെ ചെയ്യാം? അത് നമുക്ക് 27 ഫാക്ടറാക്കാം. 27 അല്ലേ. 3 അപ്പോൾ 27/243 നമുക്ക് 27 3 എഴുതി കൊടുക്കാം. ബൈ 243 ഏതിലാണ് പോവാം? 3 അല്ലേ. 3 24 8 3 24 ബാക്കി 1 3 ഒരു പ്രാവശ്യം 81 3 8 3 2 3 6 ബാക്കി 2 21 7 3 21 27 3 9 3 27 അപ്പോൾ ഇവിടെ എത്ര ഇടുക? 3 raised to 1 2 3 4 5 അല്ലേ. 3 raised to 5. ഇത് നമുക്ക് നേരെ ആദ്യം നമുക്ക് ഉള്ള ക്വസ്റ്റ്യൻ്റെ എന്താണ്? ന്യൂമറേറ്ററിൽ വലിയ സംഖ്യയായിരുന്നു, ഡിനോമിനേറ്ററിൽ ചെറുതുമാണ്. പക്ഷേ ഇവിടെ ന്യൂമറേറ്ററിൽ ചെറുതും ഡിനോമിനേറ്ററിൽ വലുതും. അതായത് അംശത്തിൽ ചെറിയ നമ്പറും ഛേദത്തിൽ വലിയ നമ്പറാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഇതിന് ആൻസർ കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? 1/2
1 ഇനി എന്ത് ചെയ്യണം 3⁵ മൈനസ് 3⁵ മൈനസ് എന്തായിരിക്കും 3 ആണ് അല്ലേ. നമുക്ക് എന്ത് കിട്ടും 1/3⁵ 5 നിന്ന് 3 പോയാൽ ബാക്കി 3⁵2. അതായത് ഇങ്ങനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ നമ്മോട് പവറായിട്ട് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര എഴുതിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ 1/9 എഴുതി കൊടുക്കാം കേട്ടോ. ഇത് എഴുതിയാൽ 1 പവേഴ്സൊക്കെ എഴുതാനല്ലേ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം 1/3⁵2 എന്ന് കിട്ടും. അപ്പോൾ അടുത്തൊരു ഈ ക്വസ്റ്റ്യനാണ്. അതിൽ സിംപ്ലിഫൈ 48 ഡിവിഷൻ 48 64 കേട്ടോ. 48നെ 64 കൊണ്ട് ഹരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതായത് ഇതിന് നമ്മൾ എങ്ങനെ ചെയ്യാം, അതായത് 48 ഹരിക്കണം 64 അല്ലേ. അപ്പോൾ ഇങ്ങനെയല്ലേ 48/64 നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഫാക്ടർ ആക്കണം അല്ലേ. 48 2 2 4 2 അപ്പോൾ ഇങ്ങനെ കിട്ടുക 2⁵2 4 ഇൻറ്റു 3⁵1. നേരത്തെ ചെയ്തതിൽ ഒരു 2 മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ചെറിയ ഡിഫറൻ്റ് ആണ് അതിൽ നിന്ന്. അപ്പോൾ 64 2 16 2 8 2 4 2 2 2 1 എത്ര വന്നു 2⁵1 1 2 3 4 5 6 2⁵6. നേരത്തെ ഒരേപോലത്തെ നമ്പേഴ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതപ്പോൾ ചെറിയ ഡിഫറെൻ്റ് ആണ് ആ ക്വസ്റ്റ്യൻ കേട്ടോ. നമുക്ക് ഇങ്ങനെ എടുക്കാമല്ലോ. ഇതിലൊന്ന് ഇങ്ങനെ മാറ്റി നോക്കാം. അപ്പോൾ ഇത് മാത്രം വരുന്നുണ്ടല്ലേ. അപ്പോൾ 2⁴ നമുക്കെന്ത് /2�6. അതായത് ഇവിടെയാണ് ഡിനോമിനേറ്ററിലാണ് വലുത് നമ്പർ വന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഇതിൽ ക്വസ്റ്റ്യനും അങ്ങനെ തന്നെയാണ്. ഡിനോമിനേറ്ററിൽ വലുത് ന്യൂമറായിട്ടുള്ള ചെറുത്. നമ്മൾ 1/2⁶ മൈനസ് 2⁴ അല്ലേ. അപ്പോൾ 4 ഇൻറ്റു ഈ 3⁵1 മേലെ തന്നെ 3⁵1. അപ്പോൾ 1/2�6 മൈനസ് 4 2⁵2 6 നിന്ന് 4 പോയാൽ ബാക്കി 2 ഇൻറ്റു 3⁵1. 3⁵1 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 1 3/2⁵2 എന്താണ് 4 അല്ലേ. 3/9 എന്ന് വരും. 3/4 വരും കേട്ടോ. അപ്പോൾ 3/4. അപ്പോൾ നാളത്തെ എക്സാമിന് വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കുക. താങ്ക് യു.